സംരക്ഷിക്കുന്നു. ഇതുപോലെ തന്നെ മനുഷ്യന് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രകൃതി നമുക്ക് നൽകുന്നു. ഈ ഭൂമിയിൽ കോടിക്കണക്കിന് മനുഷ്യർക്കും മറ്റ് ജാലങ്ങൾക്കുമെല്ലാം സമൃദ്ധമായ ജീവിതത്തിന് വേണ്ടത് ഈ ഭൂമിയിലുണ്ട്. എന്നാൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഇത് പരമാവധി ദുരുപയോഗം ചെയ്യുന്നു. ആവശ്യമായ കാര്യങ്ങൾക്ക് പുറമെ അവന്റെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഭൂമിയെ പരമാവധി ചൂഷണം ചെയ്യുന്നു. അപ്പൊ ഭൂമിയിലെ വിഭവങ്ങളെല്ലാം നമുക്ക് നിർലോഭം ഒരു അമ്മ മകന് നൽകുന്നത് പോലെ നൽകുന്നുണ്ട് പ്രകൃതി. ഭൂമിയുമായുള്ള ഈ ഒരു ബന്ധം, മനുഷ്യനും ഭൂമിയുമായുള്ള ഈ ഒരു ബന്ധത്തെക്കുറിച്ച് നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം മനുഷ്യർക്ക് സാധ്യമല്ല. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പ്രധാനമായും പഠിക്കേണ്ട പാഠങ്ങൾ എന്ന് പറയുന്നത് 3 പാഠങ്ങളാണ്. 1 പ്ലാവിലക്കഞ്ഞി, 2 ഓരോ വിളിയും കാത്ത്, 3 അമ്മത്തൊട്ടിൽ. ഒന്നാമത്തെ പാഠമായ പ്ലാവിലക്കഞ്ഞിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുമായിട്ട് ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കുകയാണ്. അതായത് ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമും അക്കാഡമിയും സംയുക്തമായി ഒരുക്കുന്ന ഒരു ഓഫർ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അക്കാഡമിയുടെ ലേണിംഗ് ഫെസ്റ്റിവൽ 45 ദിവസത്തെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ നിങ്ങൾക്ക് 299 രൂപയ്ക്ക് ലഭിക്കുന്നു. അപ്പോൾ നമുക്കറിയാം അക്കാഡമി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായുള്ള ക്ലാസ്സുകൾ, നീറ്റ്, അതുപോലെ IIT തുടങ്ങിയ കോഴ്സുകൾക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമാണ് അക്കാഡമി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ വെറും 299 രൂപയ്ക്ക് നേടാം എന്നുള്ളതാണ് ഒരു കാര്യം. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം, ഈ ഒരു ഓഫറിന് പുറമെ ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിട്ട് ഒരു എക്സ്ട്രാ ഓഫർ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ലിങ്ക്, ഈ ഒരു കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ 20% ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇത് നല്ലൊരു അവസരമാണ്. 45 ദിവസത്തെ സബ്സ്ക്രിപ്ഷനാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് 45 ദിവസത്തെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ നേടാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡെയിലി ഇംഗ്ലീഷ് എന്നുള്ള കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അഡീഷണൽ 20% ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു പ്ലസ് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ലൈവ് ക്ലാസ്സസ് വിത്ത് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ്, അതുപോലെ 24/7 24 മണിക്കൂർ നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസും, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ ഗൈഡൻസ്, CBSE സ്റ്റുഡൻസിന് അവരുടെ എക്സാം പ്രിപ്പറേഷന് വേണ്ട ഗൈഡൻസ്, അതുപോലെ അക്കാഡമിക് കൗൺസിലിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ധാരാളം ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാനിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഷെഡ്യൂൾ ദാറ്റ് വർക്ക്സ് ഫോർ യു. അപ്പം നിങ്ങൾക്ക് ഏത് സമയത്താണോ പഠിക്കാൻ സൗകര്യമുള്ളത് ആ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ തന്നെ ലാംഗ്വേജിൻ്റെ പ്രശ്നമില്ല. അതുപോലെ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാം. അതുപോലെ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ഷൻ നടത്താൻ കഴിയും. ലൈവ് പോൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. അതുപോലെ ടെസ്റ്റുകളും ക്വിസ് പ്രോഗ്രാമുകളും, അതുപോലെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ആൻഡ് അനാലിസിസ് PDFs, അതുപോലെ ലേണിംഗ് മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഓഫർ നിങ്ങൾ തീർച്ചയായിട്ടും വിനിയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിട്ടുള്ള ഈ ഒരു 20% എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ദിസ് ഈസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അപ്പോൾ ഇത് നല്ലൊരു ചാൻസാണ്. നിങ്ങളിത് പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ പാഠഭാഗത്തേക്ക് പോകാം. ഒന്നാമത്തെ പാഠമായ പ്ലാവിലക്കഞ്ഞി. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? തകഴി ശിവശങ്കരപ്പിള്ളയുടെ 2 ഇടങ്ങഴി എന്ന നോവലിലെ ഒരു ഭാഗമാണ്. അപ്പോൾ ഒരു നോവലിലെ ഒരു ചെറിയ അധ്യായമാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ തന്നിരിക്കുന്നത്, 17ാമത്തെ അധ്യായം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് കോരനും ചിരുതിയും, അതുപോലെ കോരൻ്റെ അച്ഛനും, അതുപോലെ തന്നെ പണക്കാരനായിട്ടുള്ള ഒരു മുതലാളിയെയും നമുക്കിവിടെ കാണാം. പകലന്തിയോളം പാടത്ത് പണിയെടുത്ത് കതിര് വിളയിക്കുന്ന കർഷകന്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടും, അതിനിടയിൽ ഊഷ്മളമായ സ്നേഹബന്ധങ്ങളാൽ ആർദ്രമായ മുഹൂർത്തങ്ങളും ഹൃദയാവർജകമായി ആവിഷ്കരിക്കുന്ന നോവലാണ് 2 ഇടങ്ങഴി. ചൂഷകർക്കെതിരെ പൊരുതുന്ന കർഷകരുടെ വർഗബോധത്തിന്റെ വിജയഗാഥ കൂടിയാണ് ഇത്. അപ്പോൾ ഈ കഥയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് പിന്നെ ഒരു പ്ലാവില ഉപയോഗിച്ചുകൊണ്ട്
കോരി കുടിക്കുന്ന കഞ്ഞി, അതാണ് പ്ലാവില കഞ്ഞി എന്ന് പറയുന്നത്. അടിയാളന്റെ ജീവന്റെ വിലയുള്ള കാലത്താണ് ഈ നോവൽ രചിക്കപ്പെടുന്നത്. പലപ്പോഴും ചോറിനെ അപേക്ഷിച്ച് ദാരിദ്ര്യത്തോടൊപ്പം നിൽക്കുന്നത് കഞ്ഞിയാണ്. ആ ദാരിദ്ര്യത്തിലും പക്ഷേ ഈ പ്ലാവില കഞ്ഞിയിൽ സ്നേഹവും കരുതലും നുരയിട്ട് പൊങ്ങുന്നു. കൊട്ടാരങ്ങളെക്കാൾ കുടിലുകളിലാണ് സ്നേഹം വസിക്കുന്നത് എന്ന് ഈ നോവൽ നമുക്ക് പറഞ്ഞു തരും. അപ്പം നമുക്കറിയാം, ഇവിടെ ഭക്ഷണം കഴിക്കാൻ ആവശ്യമായിട്ടുള്ള അരി ഇല്ലാഞ്ഞിട്ടും ഉള്ളത് കൊണ്ട് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഭാര്യ എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് കരുതി വെറുതെ വയറിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട് കിടക്കുന്ന കോരനെയും, അതുപോലെ ഭർത്താവിന് നല്ല കഷ്ടപ്പെട്ട ജോലികൾ ചെയ്യാനുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിച്ചാലേ ജോലികൾ ചെയ്യാൻ കഴിയും എന്ന് കരുതി നല്ലൊരു ഭാഗം മാറ്റിവെക്കുന്ന ഒരു ഭാര്യയെയും നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 2 ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ പറയുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, അത് കണ്ണ് തണുപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു, എന്തായിരുന്നു ആ കാഴ്ച, വിശദീകരിക്കുക. അപ്പോൾ കോരൻ്റെ വിവാഹ സമയത്ത് ഉണ്ടായ ഒരു തർക്കത്തിൻ്റെ പേരിൽ പിണങ്ങിപ്പോയ അച്ഛൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കോരനെ കാണാൻ വേണ്ടി കോരൻ്റെ കുടിലിലേക്ക് വരികയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സാഹചര്യം. കോരൻ്റെ വിവാഹത്തിന് നൽകാനുള്ള പണത്തിൻ്റെ പേരിലുണ്ടായ തർക്കത്തിൽ പിണങ്ങിയതാണ് അച്ഛൻ. വിവാഹശേഷവും ചിരുതയെയും കൂട്ടി അന്യദേശത്ത് വന്ന് താമസിക്കുകയാണ് കോരൻ. പണി കഴിഞ്ഞ് കൂലിയായി കിട്ടിയ 1 രൂപ കൊണ്ട് അരിയും കപ്പയും വാങ്ങി വീട്ടിലേക്ക് വരികയായിരുന്ന കോരൻ കുടിലിൽ നിന്ന് അച്ഛൻ്റെ സംസാരം കേൾക്കുന്നു. ചിരുതയെ മോളെ എന്നാണ് അച്ഛൻ വിളിക്കുന്നത്. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്ത് കണ്ട ആ കാഴ്ചയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഏത് കഷ്ടപ്പാടിനെയും സ്നേഹം കൊണ്ട് അതിജീവിക്കാം. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തെ പ്രധാനപ്പെട്ട ഒരു ആശയം അത് തന്നെയാണ്. ഏത് കഷ്ടപ്പാടും ഉള്ള സമയമാണെങ്കിലും അവിടെ സ്നേഹമുണ്ടെങ്കിൽ നമുക്കതിനെ അതിജീവിക്കാം, നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യബന്ധങ്ങളുടെ വികാര നിർഭരമായ ആവിഷ്കാരമാണ് 2 ഇടങ്ങഴി എന്ന നോവൽ. പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്ത് കോരനും ചിരുതയും തമ്മിലുള്ള സ്നേഹത്തിന്റെയും അവർക്ക് ഇരുവർക്കും അച്ഛനോടുള്ള സ്നേഹത്തിന്റെയും ഉജ്ജ്വലമായ മുഹൂർത്തങ്ങൾ കാണാം. ഒരു ചട്ടിക്ക് ഇരുപുറവും ഇരുന്ന് കഞ്ഞിയും കപ്പയും കഴിക്കുന്ന ചിരുതയും കോരനും ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ഉദാത്ത മാതൃകയാണ്. ഇടയിലെ കരുതലും പങ്കുവെക്കലും സ്നേഹത്തിന്റെ ഉയർന്ന മാനം വെളിപ്പെടുത്തുന്നു. അല്പം മാത്രമുള്ള കഞ്ഞി ചിരുത കഴിക്കാൻ വേണ്ടി വയറിന് അസുഖം നടിച്ചു കിടക്കുകയാണ് കോരന് പണിക്ക് പോകുമ്പോൾ കൊടുക്കാൻ വേണ്ടി അന്ന് വെച്ച കഞ്ഞിയിൽ നിന്ന് ഒരു നല്ല അംശം സൂക്ഷിച്ചു വെക്കുകയാണ് ചിരുത. അച്ഛൻ തൻ്റെ കുടിയിലേക്ക് വന്നപ്പോൾ മുറം വിറ്റ് കിട്ടിയ കാശുകൊണ്ട് അരിയും കപ്പയും വാങ്ങി അച്ഛൻ എത്രയും പെട്ടെന്ന് ആഹാരം നൽകുന്നു. അവർക്കിടയിലെ സ്നേഹം ഏത് ജീവിത ദുരിതങ്ങളെയും അതിജീവിക്കാൻ കരുത്തേകുന്നു. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മളിവിടെ ഓർക്കുക. കോരൻ വയറിന് അസ്വസ്ഥതയാണെന്ന് പറഞ്ഞ് കിടക്കുന്നു. ചിരുത നല്ലൊരു ഭാഗം കോരന് വേണ്ടി മാറ്റിവെക്കുന്നു. അച്ഛൻ വരുമ്പോൾ സ്വന്തം അച്ഛനെ പോലെ അച്ഛനെ വേണ്ട ഭക്ഷണ സാധനങ്ങളെല്ലാം കോരിക്കൊടുത്ത് അച്ഛനെ ഭക്ഷണം കഴിപ്പിക്കുന്നു. അപ്പോൾ സ്നേഹബന്ധങ്ങൾ തന്നെയാണ് ഇവിടെ. ഏത് സാഹചര്യത്തിലും അവിടെ സ്നേഹബന്ധങ്ങൾ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്ന ആശയമാണ് ഇവിടെ പറയുന്നത്.